കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യഥാർത്ഥമായ നിത്യതയെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ നാളുകളിലായി ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യം മുഴുവൻ, ലോകം മുഴുവനായി തന്നെ വല്ലാതെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ഹഗ്ഗായി പ്രവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. അവിടെ ഹഗ്ഗായി പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 21-ാം വാക്യത്തിൽ, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ച് കളയും. വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആകാശവും ഭൂമിയും ഒരുപോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അവിടങ്ങളിലായിട്ട് ഭൂമിയുടെ ഗർത്തത്തിൽ വലിയ മുഴക്കം കേട്ടുകൊണ്ടിരിക്കുന്നു. പത്തനംതിട്ട, കോഴിക്കോട്, സെൻട്രൽ ട്രാവൻകൂറിന്റെ പല ഭാഗങ്ങളിൽ ഒക്കെയായി ഭൂമിയുടെ അടിയിൽ വലിയ മുഴക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞ് വലിയ നിരാശയോടുകൂടിയ പരിഭ്രമത്തിൽ അനേകരായിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനം അതെല്ലാം ഈ അന്ത്യനാളുകളിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തില് ലൂക്കോസിന്റെ സുവിശേഷം 21-ലും മത്തായിയുടെ സുവിശേഷം 24-ലും പറയപ്പെട്ടിരിക്കുന്ന അനേക സംഭവങ്ങളുണ്ട്. അതെല്ലാം അക്ഷരം പ്രതി നിറവേറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ൽ അതിന്റെ 25 മുതൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ എന്നുള്ളതാകുന്ന ബുദ്ധി ഉപദേശമാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 24-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 24-ന്റെ 27-ൽ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും, ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. ഇന്ന് നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വയനാടിന്റെ പ്രദേശത്ത് നമുക്കറിയാം 500-ലധികം പേര് നിന്ന നിപ്പില് അവർ നഷ്ടപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഇനിയും ലഭിക്കാനായിട്ട് ഉണ്ട്. അനേകരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖത്തോടുകൂടെ മാത്രമേ ഈ കാര്യങ്ങൾ അയവിറക്കുവാനായിട്ട് കഴിയൂ. എങ്കിലും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം നിറവേറേണ്ടതായ പ്രവചനങ്ങളാണ്. എന്നാൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമൊക്കെ ആയിട്ട് എല്ലാ പാപമ്ലേച്ഛതകളിലും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂലോകത്തിന് തന്നെ പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ലോകം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2018-ലുണ്ടായ വലിയ സുനാമി ദുരന്തത്തിൽ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ കോവിഡ് കാലഘട്ടം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കൽ നാം എല്ലാവരും നിത്യതയിൽ എത്തേണ്ടവരാണ്. ഇവിടെ ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ് എന്ന് വീണ്ടും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതേ, ആ നിത്യതയിൽ നമുക്ക് കർത്താവിനോടൊപ്പം സന്തോഷിപ്പാൻ ഇടയായിത്തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. തിരുവചനങ്ങളാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, തീരെ സാധു
സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ കിടക്കയിൽ വച്ചോ അയ്യോ സോദരാ വീട്ടിൽ വസിച്ചിടുമ്പോഴോ കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദരാ വീട്ടിൽ വസിച്ചിടുമ്പോഴോ കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ കാട്ടിൽ മലകളിലോ റോഡിൽ തെരുക്കളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോൾ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ എപ്പോഴാണെൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ